ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര മിസ്റ്ററി ആയിട്ട് തോന്നി. വല്ല മിസ്റ്ററി ബോക്സ് ആണ്, പക്ഷെ അത് തുറക്കുമ്പോൾ കാണാം. അങ്ങനെ തുറന്നു, വേറെ ഷീറ്റ് അത് മാറ്റി. യെസ്, ഇറ്റ്സ് എ പെൻ. അപ്പോൾ അത് എന്തിൻ്റെയാണെന്ന് ഗസ് ചെയ്ത് നോക്കിയേ. യെസ്, കറക്റ്റ്, ഇറ്റ്സ് ഹാരി പോട്ടേഴ്സ്. അത് ഹോഗ്വാർട്സ് ആയിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവളിൻ്റെ ഇത് ഇങ്ക്, പെന്നിൻ്റെ ഇങ്കാണ്. ഈ പെന്ന് പഴയ കാലത്തൊക്കെ ഉപയോഗിക്കുന്നത്, ഈ ഫെദറിലൊക്കെ ഡിപ്പ് ചെയ്ത് എഴുതൂലേ, അതിന് പകരം ഉപയോഗിക്കുന്ന പോലത്തെ. അപ്പോൾ ഇങ്ക് ഇത്തിരി പഴയെന്നെടുക്കാൻ അവസാനം ഇതെടുത്തപ്പോൾ റിബൺ മാറ്റാൻ പറ്റുന്നില്ല, ഇത്തിരി ടൈറ്റായിരുന്നു. അത് ഞാൻ ഒറ്റ വലിച്ചു, അത് ഊരിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് ഊരി വന്നപ്പോൾ ഇത്തിരി സമയമായി. എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു ആ ഫെദർ. പിന്നെ എഴുതുമ്പോൾ ചെറിയൊരു പാടുണ്ടായിരുന്നു, ഇത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് വായിക്കാൻ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഡിയർ ആരെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ അവള് കാണുമ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരുന്നത്. ഇനിയില്ല, ഇങ്ക് ഓപ്പൺ ചെയ്തിട്ട് പാടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അകത്തുള്ള ക്യാപ്പ് എവിടെ വെക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഫുൾ ഇങ്കല്ലായിരുന്നു. ഇനി അതല്ല, അത് ഡിപ്പ് ചെയ്തപ്പോൾ ആദ്യം വന്നില്ല, പിന്നെ രണ്ടാമത് ഡിപ്പ് ചെയ്തു. ഇത്തിരി സമയം എടുത്ത് അങ്ങനെ എടുത്ത്. അപ്പോൾ ഒരു സ്നേക്കാണെങ്കിൽ ഉദ്ദേശിച്ചത് സ്ക്രിബിളായി മാറി. അത് കഴിഞ്ഞ് എന്തെഴുതുന്നതെന്ന് അറിയാൻ പാടില്ലാണ്ട് ഞാൻ ഹാപ്പി 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 അതെഴുതി. എനിക്ക് ആകെ ഇത്തിരി ഇഷ്ടമുള്ള സാധനമാണത്. പിന്നെ ഇത്തിരി മോട്ടിവേറ്റിംഗ് കൂടിയാണ്. അത് എഴുതി വന്നു. ഫുഡ് ക്രാഫ്റ്റിക്കൊക്കെ എഴുതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെന്ന്. പക്ഷേ ചില സമയത്ത് ഇങ്ക് ഇത്തിരി കൂടിപ്പോവും, ഞാൻ ഡിപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. പിന്നെ ലവ് യു സെൽഫ് ദ വേ യു ആർ എഴുതി വന്നപ്പോൾ ഇങ്ക് തീർന്നു പോയി. അപ്പോൾ ഡിപ്പ് ചെയ്തു, എഴുതി, കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ്. ബൈ.